ഹലോ. വലൈക്കും സ്ലാം. പെയിന്റ് പണി കൊടുത്തടാ, എന്നാ ഈ പറയണ്ടേ? ഞാൻ ഇപ്പൊ ഇന്നലെ എത്തി. ഇന്നലെ തന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ റാഫിക്ക് കൊടുത്തു പെയിന്റ് പണി. എന്നാ ആയിക്കോട്ടെ. എന്താ പാട് ആള്? കാക്ക അസ്സലാം വലൈക്കും. വലൈക്കും സ്ലാം. ഞാനാണ് റാഫി. ഞാൻ പെയിന്റ് ഒക്കെ പണിക്കാരെ വെച്ച് ഇപ്പൊ വിളിച്ചിട്ടുള്ളൂ. സാധനമൊക്കെ കൊടുത്തയച്ചിരുന്നു. സാധനമൊക്കെ കൊടുത്തയച്ചു നമ്മള് എന്റെ ഇവിടെ നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞിരുന്നില്ലേ? എന്തിന്? അല്ല, പെയിന്റ് അടിക്കാൻ വരാൻ പറഞ്ഞു. ഇരിക്ക്. അല്ല വേണ്ട, എന്തിന്? അല്ല, ഞാൻ പെടുന്നുള്ളത് കാണിച്ചു കൊടുക്കാം. ചേട്ടാ, നമ്മളെ ഇതൊക്കെ ഈ കളർ അടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഏത് കളറ്? ഞാൻ എനിക്ക് കാണിച്ചോണ്ടാ. അല്ലാന്നു നമ്മള് അത് കുഴപ്പമില്ല. ഏത് ഇതോ? അല്ല, അതല്ല, നിങ്ങൾ നമ്മുടെ പെരക്ക് കറക്റ്റ് മാച്ച് ആവണം. എന്താണെന്നറിയോ? അതെ ഇത്താത്ത, കറക്റ്റ് നമ്മൾ അല്ല, നിങ്ങൾ തീരുമാനിക്കുക. നമ്മളതന്നെ ഇപ്പോൾ കറക്റ്റ് ഇത് നമ്മുടെ ബെഡ്റൂം അടിക്കാൻ നമുക്ക് ഏത് കളർ അടിക്കുന്നു? ഇവൻ പറഞ്ഞു കളർ ഞാൻ പറഞ്ഞു കൊടുക്ക്. അല്ല, കളർ നിങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പിങ്ക് അല്ല ഉദ്ദേശിക്കുന്നത്? പിങ്ക് തന്നെ. അല്ലാന്ന് ഈ പിങ്ക് എവിടെയൊക്കെ കാണാനില്ല. ഇപ്പറ നിക്ക്. ഏത് പിങ്ക്? ഇതാണ് പിങ്ക്. അത് രസമുണ്ടാവും. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ മറ്റേ ഒരു പിങ്ക് അടിക്കുക. എവിടെ? നമ്മുടെ ഡൈനിങ് ഹാള് പിങ്ക് അടിക്കുക. അപ്പൊ ഈ കുട്ടികളെ റൂമിലോട്ട് അടിക്കണ്ടേ? ഏതാ അടിക്കണ്ടേ? എന്നാ നമുക്ക് ആ റൂം കാണുന്നല്ലേ? നിങ്ങൾ നടന്നോ, ഞാൻ വരാം. ഞാൻ പോവാ. അങ്ങോട്ട് വരും. ഈ റൂമിലെ ഇത് കുട്ടികളുടെ മുറിയാണ്. അപ്പൊ ഇവിടെ ആദ്യം നമ്മള് പുട്ടിടണം. പുട്ടിട്ടതിന് ശേഷം പുട്ടി കറക്റ്റ് എവിടെ മുതലാ വേണ്ടത്? ഇവിടെ ഇവിടെ പുട്ടിട. പുട്ടിട്ടതിന് ശേഷം മക്കളുടെ റൂം ആയതുകൊണ്ടേ ഒരു 2-3 തരം ഡിസൈൻ വരച്ചിട്ട് 2-3 തരം പെയിന്റ് എടുത്തിട്ടെ. അല്ല, ഞാൻ നമ്മള് തേക്കിന്റെ ഗ്രൈൻസ് വരച്ച സാധനം ചെയ്യുന്നുണ്ട്. ആ ഗ്രൈൻസ് വരക്കണം വെക്കുന്നത്. അങ്ങനെ ചെയ്തോളൂ. എങ്ങനെയാ നിങ്ങൾ കറക്റ്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാലേ, ഇത് ഇങ്ങനെ ഈ കളർ കൊണ്ട് മാച്ച് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എവിടേക്ക് തള്ളി കയറുന്നത്? കളർ സെലക്ട് ചെയ്തിരിക്കണ്. അപ്പൊ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണ്ട. ഞങ്ങൾ ചെയ്യുന്ന സാധാരണ ഞാൻ തീരുമാനിച്ചറിയോ, നമ്മള് ഓരോ റൂമിനും കുട്ടികളുടെ റൂമിന് കുട്ടികളുടേതായിട്ടുള്ള ഒരു ലെവൽ. നമുക്ക് കുറച്ച് ചിൽഡ്രൻസിനെ കുറിച്ച് ഇതൊക്കെ വരച്ചിട്ട് പണിക്കാര് ലാലുണ്ട്. പിന്നെ വേണ്ട, അയാൾ ആ കള്ളത്തരം കാണിച്ചിടക്കണ അങ്ങയല്ലേ? അയാൾ വേണ്ട നല്ലതല്ല. സുന്ദരൻ കൊടുക്കാലോ. സുന്ദരൻ പിന്നെ ജീക്കുണ്ട്, സുന്ദരുണ്ട്. പിന്നെ ഇവിടുന്ന് കാലെടുത്ത് നാരായണുണ്ട്. വേണ്ട. നാരായണം വേണ്ടേ? കള്ളും കുടിച്ച് ഏത് നേരം നടക്കുന്ന ആളാണ്. വീട്ടിൽ അല്ല, നാരായണം അങ്ങനത്തെ പരിപാടി ഒന്നും കേട്ടോ. നാരായണം അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. വേണ്ട. അത് ഇത്താത്ത, ഞാൻ സത്യം പറഞ്ഞാലേ അല്ല, പറഞ്ഞു, സത്യം തന്നെ പറഞ്ഞു. ഞാൻ ഉണ്ടല്ലോ ഇവിടെ. എന്നോട് പറഞ്ഞോളൂ. നിങ്ങൾ എന്താ വന്നത്? ഞാൻ ഇന്നലെ വെറുതെ അല്ല, നമ്മളെന്തോരം പെയിന്റ് പണിക്കാരും ആൾക്കാരും പരിക്കാരൊക്കെ കണ്ടതാണ്. നമ്മളെ മറ്റേ ഇനിയിപ്പോ നമ്മളെ ബെഡ്റൂം ഏത് അടിക്കണ്ടേ? ഞങ്ങളെ റൂം ഏത് അടിക്കണ്ടെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞെന്താ അറിയോ, ഇത് രണ്ടും റെഡിയായി. പെട്ടെന്ന് ആ റൂം ഏത്? അപ്പൊ കിച്ചണൊക്കെ എന്താ അടിക്കണ്ടേ? കിച്ചണില് ഫുള്ളി മറ്റേ കളർ. ഏത്? ആ ഗ്രേ കളർ അടിച്ചാൽ മതി. അത് ഈ പുക പിടിച്ചാൽ അറിയില്ല, അതാണ് പ്രശ്നം. പുക പിടിച്ചാൽ അറിയാത്ത കളർ പണി സമയത്ത് അവിടെ കുറച്ച് ബ്ലാക്ക് കൊടുത്താൽ മതി. ഇപ്പൊ അതിന് പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ. എല്ലാ വീടുകളിലും മറ്റേതല്ലേ, ഫുള്ള് നമ്മുടെ എല്ലാ വീടുകളിലും ഇത് കിടക്കണല്ലോ. ഗ്യാസ് കുറ്റിയില്ലേ? എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഗ്യാസ് കുറ്റി? ഇതാണിത്. അല്ല, ഒന്നുമില്ല. അത് സോറി, എന്റെ കൈ കെട്ടിയത്. മറ്റേ ഈ ഗ്യാസ് വെക്കണ അടുക്കളയില്ലേ, അവിടെ ഇപ്പൊ ഇത് കളറാണെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ ഗ്രേ അടിക്കണോ?
എല്ലായിടത്തും അടിക്കണോ? ഒന്നുകിൽ ഇയാൾ മിണ്ടാണ്ടിരിക്കാൻ പറയും, അല്ലെങ്കിൽ നിങ്ങൾ പറയും. ഞാൻ എന്തായാലും ഞാൻ പൊട്ടെന്നാലും മറ്റോ ആരും വിളിച്ച് ചെയ്യിപ്പിച്ചോളൂ. നിങ്ങൾ വേറെ ആൾക്കാരെ വിളിച്ചാ? അല്ല അത് വേണ്ട, ഞാൻ സാധനം എടുത്ത് ഞാനല്ലേ. നിങ്ങൾ തന്നെ ചെയ്തോളി, വേഗം വേഗം തീർക്കണം. അല്ല എന്താ തന്ന കാറ്റലോഗ് എന്നാ? ഈ കളർ ഇട്ടോളൂ. അല്ല അടുക്കള കൊണ്ടുവന്നാലേ പുറത്ത് ഫുള്ള് വൈറ്റിട്ടാ. പുറത്ത് ഫുള്ളായിട്ടാ ചടിയായാലും അറിയും. മഴ കഴിഞ്ഞപ്പോ മഴ ആദ്യം അടുക്കള ഞങ്ങൾ റൂമിന്റെ പണി വേഗം കഴിക്കാം. റൂമിൽ പണി കഴിക്കാം. ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ഈ കമ്പനി സാധനം നമുക്ക് അടുക്കള ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനത്തെ കാണിക്കാം. അടുക്കളയൊക്കെ എന്താ നടക്കുന്നത്? എന്താ പറയുന്നത്? ഇതാണ് അടുക്കളയുടെ ഈ ഒരു സൈഡിലേ നമ്മൾ ഇവിടെയാണ് ഗ്യാസ് വെക്കാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഗ്രേ കളർ ഇവിടെ അടിച്ചിട്ട്. അല്ല ഒരാൾ പറയട്ടെ, രണ്ടാമൂടി പറയും മനസ്സിലാവണം. കൊക്കൂടി ഇത് അല്ലെങ്കിൽ പണി ഓവർലോഡായിട്ട് തല നിൽക്കുകയാണ്. ഓരോരുത്തർ പറയാം അവിടെ മനസ്സിലാവുന്നു. ഞാൻ പറയാം. അല്ല ഞങ്ങള് ഇവിടെ ഗ്രേ അടിക്കാം. എന്നിട്ട് ബാക്കി എന്താ? ബാക്കി ക്രീം കളർ കാലിൽ അടുക്കള കൊണ്ട് അടിക്കോ നിങ്ങൾക്ക്? അല്ല നിങ്ങൾ കറക്റ്റ് അല്ല ഗ്രേ പറയണ്ടല്ലോ, ഒരാൾ പറയട്ടെ പ്ലീസ്. ഇവിടെ ഗ്രേ കളർ അടിക്കാം. ശേഷം അത് മാച്ചാണ്. നിങ്ങളുടെ ഫോൺ അത് അടിക്കടി കിടന്നിട്ട് ഗ്രേ കളർ അടിച്ചിട്ട് പൈപ്പ് പുറത്തേക്ക് ഇടണം. പൈപ്പ് പുറത്തേക്ക് ഇടുന്നു, അതിനൊരു ഓട്ടങ്ങൾ ഉണ്ടാക്കി തരണം. കാരണം അത് ഡ്രിൽ ചെയ്യുമ്പോ ആൾക്കാരെ ഒന്നും ചെയ്താൽ മതി. ഞാൻ മറന്നുപോയതേ. അത് കുഴപ്പമില്ല, ഒന്നങ്ങടെ നീങ്ങുന്നാണിത്. കാര്യം പറഞ്ഞിടല്ലേ. എന്താ അറിയോ, ഇത് എന്താ നിങ്ങളുടെ മറ്റേ ആ ഗ്രില്ലും ഒരു അത് കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. അതിനുശേഷം പിന്നെ പുറത്തേക്ക് ഇട്ടിട്ട് പുറത്തതില് പിന്നെ ഇവിടെ മഞ്ഞടിക്കണം എന്റെ ആഗ്രഹം. ഫേവറേറ്റ് കളർ മഞ്ഞ തോന്നുന്നുണ്ടല്ലോ. ഭയങ്കര ഇഷ്ടം മഞ്ഞ. എനിക്ക് ഇഷ്ടം. എന്റെ ഫേവറേറ്റ് മഞ്ഞ. ഞാനതല്ലേ ഇതെല്ലാം മഞ്ഞുള്ള കംപ്ലീറ്റ് കേറ്റോ കിടക്കിന്റെ അതും അത് സൂക്ഷിക്കാതെ. അപ്പൊ നമ്മളെ എത്ര കുട്ടികളാ? രണ്ട് വലിയ കുട്ടികളെ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലേ? എനിക്കിപ്പോ ചിങ്ങം വന്ന 23 വയസ്സായി. അതെല്ലാരും പറയുന്നുണ്ട്. അതിന്റെ ഇതിന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് എന്നാണ് എന്റെ ബർത്ത്ഡേക്ക്. സുമേഷ് കുറ്റിപ്പുറ ഹൈസ്കൂളിൽ പഠിച്ചേ ഗിഫ്റ്റ് എന്നാ. ഈ മൂക്കുത്തി നല്ല രസം മൂക്കുത്തി കിട്ടും. എല്ലാരും പറയാറുണ്ട്, എന്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ പറയാറുണ്ട്. ഫോൺ വണ്ടിയിലായിരിക്കും സെൽഫി എടുക്കായിരുന്നു അല്ലേ? അല്ല അപ്പൊ എന്നപ്പോ ഉണ്ടാവുക? നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് ചെയ്യാം. അല്ലെന്നാ പിന്നെ നാളെ ആ പണിക്കാരെ കൊണ്ട് പോരെ. എന്തിനാ പണിക്കാരാ? പെയിന്റ് പണിക്കാര്. അപ്പൊ ഞാൻ പിന്നെ എന്ത് പണിക്കാ വന്നത്? 40 കൊല്ലായിട്ട് ഞാൻ ഇവിടെ ഗൾഫി നാട്ടിൽ കൊടുത്ത പെയിന്റ് പണിക്കാരനാണ് ഈ നാട്ടില്. എല്ലാ ഊടായ്പ പെയിന്റ് പണിക്കാരൊക്കെ അറിയാം. എന്റെ ഊടായ്പ നിർത്തിക്കളാം. പോടുന്നു. അല്ല പിന്നെ കാറ്റലോഗ് വേറെ കാറ്റലോഗ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു പറഞ്ഞത് ഞാൻ ഇവിടെ പറയാം. എന്തുണ്ടായത്? നിങ്ങളിവിടെ എന്താണ്ടായത്? അതിവിടെ എന്താ സംഭവിച്ചെന്താണ്? എന്താ സംഭവിച്ചു? ഉത്തരവ് ഗൾഫിൽ പോയിട്ട് ഇങ്ങടെ ഇമ്മയുടെ സ്വഭാവത്തിന് ഒരു കുറവില്ലേ? ആ നല്ലൊരു ചെക്കൻ അല്ലാ എന്തുപോലെ പെയിന്റ് അടിച്ചു. ഈ നാട്ടിൽ സിംഗാരൊക്കെ ഞാൻ കണ്ട ഓന് നല്ല ചെക്കനാണ്. ഈ ആദ്യ പെയിന്റർമാരൊന്നും ഇങ്ങോട്ട് കൊണ്ട് വിളിക്കരുത്. നീ എന്റെ പെരഞ്ഞ് പെയിന്റ് അടിക്കാതെ നശിച്ചു പോയിക്കോട്ടെ, എന്നാലും ആ പെയിന്റർമാരെ ഒരു ഇടപാടും പറ്റൂല. ഓടിയാവും.